ഇന്നത്തെ പത്രങ്ങളിലെ ഒരു പ്രധാന വാർത്ത അങ്ങേയറ്റം അസ്വസ്ഥത ജനിപ്പിക്കുന്നതാണ്. ബാംഗ്ലൂരിലെ ഒരു പ്രമുഖ IT സ്ഥാപനമായിട്ടുള്ള കേപ്പ് ജെമിനിയിലെ അവരുടെ ജീവനക്കാരുടെ മക്കളെ പരിപാലിക്കുന്ന ക്രഷിലെ ജീവനക്കാരികൾ കുട്ടികളോട് കാണിക്കുന്ന അതിക്രൂരമായ മർദ്ദനമുറകളുടെ ഒരു വീഡിയോ ആണത്. അതിനെക്കുറിച്ച് അതിന് ഡീറ്റെയിൽഡായിട്ട് പറയാനോ അല്ലെങ്കിൽ അത് കൂടുതലായി കണ്ടു നിൽക്കാനോ സാധാരണ ഒരു മനുഷ്യന് സാധിക്കില്ല. അതിക്രൂരമായ രീതിയിലാണ് ആ കുട്ടികളോട് പെരുമാറുന്നത്. കുട്ടികളെ വാഷിംഗ് മെഷീനിൽ ലോഡ് ചെയ്ത് ഓൺ ചെയ്യുക, അതുപോലെ ബാത്റൂമിലിട്ട് വളരെ ക്രൂരമായി മർദ്ദിക്കുക, ഇത്തരം കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഇത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ അവിടുത്തെ ജീവനക്കാരുടെ മക്കളെ പരിപാലിക്കുന്നൊരു കേന്ദ്രമാണ്. അവിടെയാണ് ഇത്രയും വലിയ ക്രൂരത നടക്കുന്നത്. ഈ രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സംസ്ഥാനത്തും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും തന്നെ ചെറിയ കുട്ടികളെ പരിപാലിക്കുന്ന ധാരാളം ഡേ കെയറുകൾ, ക്രഷുകൾ, പ്രീ സ്കൂളുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെയുള്ള കുട്ടികളുടെ അവസ്ഥ എന്താണ്? ഈ കുട്ടികളെ ഏത് രീതിയിലാണ് അവിടെ പരിപാലിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കുഞ്ഞുങ്ങളാണ് ഭാവിയിലെ രാഷ്ട്രത്തിലെ പൗരന്മാർ. കുട്ടികൾക്ക് ചെറുപ്പകാലത്ത് ഏൽക്കുന്ന മാനസിക ആഘാതങ്ങൾ അവരുടെ വരുംകാല ജീവിതത്തിൽ അവരുടെ മാനസിക നിലയെ എത്രത്തോളം ബാധിക്കുമെന്നുള്ളത് നമുക്ക് പറയാതെ തന്നെ അറിയാം. അത് ആ രീതിയിൽ അവരുടെ മാനസിക നില തകരുന്ന അവസ്ഥയാണ്. ഈ അനുഭവത്തിലൂടെ, ഇപ്പോൾ ബാംഗ്ലൂരിലുണ്ടായ അനുഭവത്തിലൂടെ ഒരു ദിവസം കടന്നുപോയ ഒരു കുട്ടി അനുഭവിക്കുന്ന ട്രോമയും അയാളുടെ ഭാവി ജീവിതത്തിൽ മുഴുവനായിട്ട് അയാൾ അനുഭവിക്കാൻ പോകുന്ന മാനസിക പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കില്ല. ഇപ്പം നമ്മളാണ് ഈ വാഷിംഗ് മെഷീനകത്തിട്ട് നമ്മളിട്ട് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രായമായ അവസ്ഥയിൽ നമുക്ക് എന്താണ് സംഭവിക്കുക? നമ്മുടെ മാനസിക നില എന്തായിരിക്കും? അത് ചെറിയ കുട്ടികളോട് സ്ഥിരമായിട്ട് ഇത്തരം ക്രൂരതകൾ കാണിക്കുമ്പോൾ അവർ ഭാവിയിലൊരു രാഷ്ട്രത്തിലെ പൗരന്മാരായി മാറുമ്പോൾ അവരുടെ മാനസിക നില എന്തായിരിക്കും? ഇത്തരത്തിലാണ് കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഭാവിയിൽ മാനസിക നില തെറ്റിയ പൗരന്മാരുടെ ഒരു സമൂഹമല്ലേ ഉണ്ടാവുന്നത്. അവർ എൻട്രൻസ് ടെസ്റ്റ് പാസ്സായതുകൊണ്ടോ അല്ലെങ്കിൽ അവർ പ്രൊഫഷണൽസ് ആയതുകൊണ്ടോ പ്രത്യേകിച്ചൊരു ഗുണവും ലഭിക്കാൻ പോകുന്നില്ല. മാനസികമായി തകർന്ന ഒരു ജനതയാണ് ഭാവിയിൽ ഇത്തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ ഈ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുൻ തലമുറയിലോ അല്ലെങ്കിൽ അതിനു മുമ്പത്തെ തലമുറയിൽ ഇത്തരം പ്രശ്നങ്ങളില്ല. കാരണം അവരെല്ലാവരും തന്നെ വീടുകളിലാണ് വളരുന്നത്. വീടുകളിൽ വളർന്നിട്ട് അവർ 1-ാം ക്ലാസ്സിലേക്കാണ് പോകുന്നത്. 1-ാം ക്ലാസ്സിൽ മുതൽ ചെല്ലുമ്പോൾ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ ഇതിനു മുന്നിലുള്ള തലമുറയോ അല്ലെങ്കിൽ അതിന് മുന്നിലുള്ള തലമുറയുടെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചില അധ്യാപകരുടെ തല്ല് കിട്ടും എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേറെ പ്രത്യേകിച്ച് പീഡനങ്ങളൊന്നും തന്നെ സ്കൂൾ കാലത്തോ ചെറുപ്പകാലത്തോ ഏൽക്കേണ്ടി വന്നിട്ടില്ല. വീട്ടിൽ നിന്ന് ചിലപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ തല്ല് കിട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ തമ്മി തല്ലുന്നുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള സാധാരണ കാര്യങ്ങൾ ഒഴിച്ചിട്ട് ഇത്തരത്തിൽ അതിഭീകരമായ ക്രൂരതകൾ ഏറ്റുവാങ്ങേണ്ടത് ഈ മുൻ തലമുറകളൊന്നും തന്നെ അനുഭവിച്ചിട്ടില്ല. ഇപ്പോൾ ഈ പുതിയ തലമുറയിലെ കുട്ടികളാണിത് ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. അപ്പോൾ അത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ 2026 ഫെബ്രുവരി മാസത്തിൽ അന്നത്തെ ഈ വനിതാ ശിശുക്ഷേമത്തിലൊക്കെയുള്ള നിയമസഭാ സമിതി, 9 അംഗങ്ങളുള്ള നിയമസഭാ സമിതി, അന്ന് പ്രതിഭയായിരുന്നു അതിൻ്റെ അധ്യക്ഷ. ആ കമ്മിറ്റി ഒരു റിപ്പോർട്ട് ഗവൺമെൻറ്റിന് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വയോജന നയവും അതുപോലെ തന്നെ ഈ കുട്ടികളുടെ പരീക്ഷയുടെ കാര്യങ്ങളിലും എല്ലാം പുതിയ നയങ്ങൾ ആവിഷ്കരിക്കുന്ന സമയത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ കേരളത്തിലെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ഗവൺമെൻറ് കൺട്രോളുള്ള സ്ഥാപനങ്ങളാണ് അംഗൻവാടികൾ. സർക്കാർ സ്ഥാപനമായിട്ടുള്ള അംഗൻവാടികളുണ്ട്, അതുപോലെ തന്നെ സ്കൂളുകളുണ്ട്. സ്കൂളിൽ പ്രീ സ്കൂൾ, അതായത് എയ്ഡഡ് സ്കൂളുകളിലും അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കൂളുകളിലും പ്രീ സ്കൂൾ പദ്ധതികളുണ്ട്. ഇവിടെയെല്ലാം കുട്ടികൾ പോകുന്നുണ്ട്. ഈ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ സർക്കാർ നിയന്ത്രിതമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ അത് പ്രത്യേകമായിട്ട് പറയേണ്ടതുണ്ട്. അംഗൻവാടികളാണെന്നുണ്ടെങ്കിലും പ്രീ സ്കൂളുകളാണെന്നുണ്ടെങ്കിലും അവയിൽ കൃത്യമായ പരിശോധനകൾ നടത്താൻ ഉദ്യോഗസ്ഥരുണ്ട്. ഇപ്പോൾ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ, അതുപോലെ മറ്റു പല സർക്കാർ ഏജൻസികളുടെയും ഉദ്യോഗസ്ഥർ, ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അടക്കമുള്ള സ്ഥാപനങ്ങൾ അംഗൻവാടികളിൽ പരിശോധന നടത്തുന്നുണ്ട്. അംഗൻവാടികൾ പരിശോധന നടത്തുകയും അവിടെ ക്രമക്കേടുകളുണ്ടാകുമ്പോൾ ഭക്ഷണ കാര്യത്തിലൊക്കെ ക്രമക്കേടുകളുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവരുടെ കുട്ടികളുടെ ക്ഷേമവും പരിശോധിക്കപ്പെടുന്നുണ്ട്. അത് കൂടുതൽ ആവശ്യമാണെന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ അതേസമയം ഉള്ള പരിമിതികൾക്കുള്ളിൽ വെച്ചിട്ട് സർക്കാർ നിയന്ത്രിതമായിട്ടുള്ള
സ്ഥാപനങ്ങളിൽ, അംഗൻവാടികളിലും എയ്ഡഡ് ഗവൺമെൻറ് സ്കൂളുകളിലുമുള്ള പ്രീ പ്രൈമറി അതുപോലെ അംഗൻവാടി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ നിലവിൽ പരിശോധനകളുണ്ട്. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ സ്വകാര്യ മേഖലയിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ധാരാളമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏത് സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാലും കിൻഡർ ഗാർഡനുകളിലും പ്രീ സ്കൂൾ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഡേ കെയർ സെൻ്ററുകളുമുണ്ട്. ഇവിടെ എന്താണ് പരിശോധന നടക്കുന്നത്? ഇപ്പം നിലവിൽ ഈ നിയമസഭാ സമിതി തന്നെ കണ്ടെത്തിയിരിക്കുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ഒരു പരിശോധനയും നടക്കുന്നില്ല. പരിശോധന നടത്താൻ ഉള്ള അതോറിറ്റികളും ഇല്ല. പിന്നെ ഈ സ്ഥാപനങ്ങൾ എന്തെങ്കിലും ലൈസൻസിൻ്റെ അടിസ്ഥാനത്തിലാണോ പ്രവർത്തിക്കുന്നത്? അതുമല്ല. സ്വകാര്യ മേഖലയിൽ ഇപ്പം നമ്മുടെ സംസ്ഥാനത്തുള്ള കിൻഡർ ഗാർഡനുകളും അതുപോലെ ക്രഷുകളും ഒന്നും തന്നെ ഒരു ലൈസൻസിൻ്റെയും അടിസ്ഥാനത്തിലല്ല പ്രവർത്തിക്കുന്നത്. ലൈസൻസിൻ്റെ അടിസ്ഥാനത്തിലല്ല പ്രവർത്തിക്കുന്നതെന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകം മാനദണ്ഡങ്ങളില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സ്കൂൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എയ്ഡഡ് സ്കൂൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് ഇത്ര സ്പേസ് വേണം, അതുപോലെ കുട്ടിക്ക് ഇന്ന സൗകര്യങ്ങൾ വേണം, സ്കൂളിന് ഇന്ന ഫെസിലിറ്റികൾ വേണമെന്നെല്ലാം കൃത്യമായ നിയമങ്ങളുണ്ട്. അത് പാലിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. പലപ്പോഴും ഈ സർക്കാരിൻ്റെയൊക്കെ സാമ്പത്തിക പരാധീനം മൂലം പലപ്പോഴും സ്കൂളുകൾ വേണ്ടത്ര രീതിയിൽ പരിപാലിക്കാൻ മുമ്പ് സാധിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് മിക്കവാറും സർക്കാർ സ്കൂളുകളെല്ലാം തന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ സ്വകാര്യ മേഖലയിൽ ഇത്തരം സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിൽ ഏത് രീതിയിലാണ് കുട്ടികളെ പരിപാലിക്കുന്നത്, കുട്ടികളോട് എന്തൊക്കെ ക്രൂരതകളാണ് കാണിക്കുന്നത് എന്നൊക്കെ അറിയാനുള്ള സംവിധാനമൊന്നും ഇന്ന് നിലവിലില്ല. അത്തരമൊരു സംവിധാനം വളരെ അടിയന്തരമായിട്ട് സർക്കാർ രൂപീകരിക്കേണ്ടതാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്രഷുകൾ, ഡേ കെയർ സെൻ്ററുകൾ, പ്രീ പ്രൈമറി സ്കൂളുകൾ, ഇവയ്ക്കെല്ലാം തന്നെ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ? അല്ലാതെ ഒരു റൂം വാടകയ്ക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് ഈ കുട്ടികളെല്ലാം കൂടി അവിടെ കൊണ്ടുവിടുകയാണോ? അതുപോലെ ഈ കുട്ടികളെ പരിപാലിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഇതിനുള്ള പരിശീലനമുണ്ടോ? അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ഫീൽഡിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? അല്ലാതെ കാണുന്ന ആളുകളെ വെച്ചുകൊണ്ടാണോ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നത്? അവരുടെ ക്രൂരതയ്ക്ക് കുട്ടികൾ വിധേയരാകുന്നുണ്ടോ? ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് പരിശോധിക്കപ്പെടണം. സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കൃത്യമായൊരു ലൈസൻസിങ്ങും അതുപോലെ തന്നെ കൃത്യമായ പരിശോധനകളും വളരെ അത്യാവശ്യമാണ്. ബാംഗ്ലൂരിൽ നടന്ന സംഭവം പോരായ്മയിലേക്കാണ് വിരചൂണ്ടുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടികൾ ഇത്തരത്തിൽ ക്രൂരതകൾ അനുഭവിച്ച് വളരുന്ന കുട്ടികൾ ഭാവിയിൽ ഒരു മികച്ച പൗരനാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അവരുടെ മാനസിക നിലയെ തന്നെ തകരാറിലാക്കുന്ന ഇത്തരത്തിലുള്ള ക്രൂരതകൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. അടിയന്തരമായി തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു നയം രൂപീകരിക്കേണ്ടതുമാണ്. അതിന് ഈ നിയമസഭാ സമിതിയുടെ റിപ്പോർട്ട് കൂടി അതിൽ പരിഗണിക്കേണ്ടതുണ്ട്. അതിലുള്ള റെക്കമെൻഡേഷൻസും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാർ അടിയന്തരമായിട്ട് ഇക്കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. കേരളത്തിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കളോട് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കേരളത്തിൽ സർക്കാർ നടത്തുന്ന 33,115 അംഗൻവാടികളുണ്ട്. കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്, എല്ലാ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമുണ്ട്. ചിലപ്പോൾ വലിയ ഭംഗിയൊന്നും കാണില്ല, വലിയ ഭംഗിയുള്ള കെട്ടിടമൊന്നും ആയിരിക്കില്ല. എങ്കിലും ആ സ്ഥലങ്ങളിൽ കുട്ടികളെ പരിപാലിക്കുന്നുണ്ട്. കുട്ടികളെ പരിപാലിക്കുന്നതിന് പ്രത്യേകിച്ച് ഫീസൊന്നും ആരും നൽകേണ്ടതില്ല. അതുപോലെ അവിടെ കുട്ടികൾക്ക് ആവശ്യമായ ഭക്ഷണവും ഒക്കെ സർക്കാർ തന്നെ നൽകുന്നുണ്ട്. അതുകൊണ്ട് ആ സ്ഥാപനങ്ങളിൽ അംഗൻവാടി വർക്കേഴ്സ് ഉണ്ട്. അവർ ഈ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിന് വേണ്ടിയും ആണ് അവരെ സർക്കാർ നിയമിച്ചിരിക്കുന്നത്. അതിൽ മിക്കവാറും ആളുകൾ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഇക്കാര്യം ചെയ്യുന്നത് എന്നുള്ളത് നേരിട്ട് എനിക്കറിയാവുന്ന കാര്യവുമാണ്. കാരണം ഈ കേരളത്തിലെ അനേകം അംഗൻവാടികളിൽ മുൻപ് ജോലിയുടെ ഭാഗമായിട്ട് ഇത് പരിശോധിക്കാൻ പോയപ്പോഴൊക്കെ ആ രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് അവിടെയുള്ള വർക്കർമാർ കുട്ടികളെ നോക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്നതിനായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അംഗൻവാടികളിലൊക്കെ തന്നെ സർക്കാരിൻ്റെ മേൽനോട്ടമുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് സ്വകാര്യ കേന്ദ്രങ്ങളിലേക്ക് ഈ കുട്ടികളെ അയച്ചിട്ട് അവരുടെ
സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഇത്തരം സർക്കാരിൻ്റെ കേന്ദ്രങ്ങളുണ്ട്, അവിടെ കൂടുതൽ കുട്ടികൾ എത്തുകയും കൂടുതൽ രക്ഷിതാക്കൾ എത്തുകയും ചെയ്യുമ്പോൾ ആ കേന്ദ്രങ്ങൾ കൂടുതൽ ഭംഗിയായിട്ട് പ്രവർത്തിക്കും. അതുകൊണ്ട് തൊട്ടടുത്ത് സർക്കാരിൻ്റെ ഒരു അംഗൻവാടി ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ചെറിയ കുട്ടികളെ ആക്കുക. അവരവിടെ കളിച്ച് വളരട്ടെ. അവർ വളർന്നു കഴിയുമ്പോൾ നിങ്ങൾ സ്കൂളുകളിലേക്ക് മാറ്റിക്കോളൂ. പക്ഷേ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലേക്ക് ആയിരിക്കും ഏറ്റവും സുരക്ഷിതം. സർക്കാരിൻ്റെ അംഗൻവാടികളുണ്ട്, അവ നിങ്ങൾ പോയി കാണുക, അവിടെ നിങ്ങളുടെ മക്കളെ അയക്കുക. അതാണ് ഈ സന്ദർഭത്തിൽ കുട്ടികളോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം.